പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. ബാലേന്ദ്രന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയുവാണ്, ശരിക്കും വൈജയന്തിയോടുള്ള അമർഷവും പ്രതികാരവും ദേഷ്യവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തിളച്ച് കയറി ഇങ്ങനെ വരുവാണ് എന്ന് പറയുമ്പം ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും ബുദ്ധിയും കഴിവും എല്ലാം ഒരു പെണ്ണിൻ്റെ ദുർവാശിക്കെതിരെ പടപൊരുതി തീർക്കാനുള്ളതാണോ എന്നൊക്കെ ചോദിച്ചൊന്ന് സൂചിപ്പിച്ചാണേലും ബാലേന്ദ്രനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ വൈജയന്തിയുടെ അഹങ്കാരം അടക്കിയേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ കുറേ ദിവസം കൂടി വീട്ടിലോട്ട് വന്നതാണല്ലോ ബബിതയും രോഹിത്തും ഒക്കെ, അതുകൊണ്ട് അവർക്ക് ജ്യൂസൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട് അലീന. ചെന്ന് കഴിഞ്ഞാൽ അത് കൊടുക്കുമ്പം നീ ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ബബിത സംസാരിക്കുന്നതുകൊണ്ടാവാം നമ്മുടെ അലീന പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോഴേക്കും ആകെ ദേഷ്യം വരുന്നു. ചാടി എഴുന്നേറ്റ് ബബിത ആ ഗ്ലാസ് സഹിതം അങ്ങ് തട്ടിത്തെറിപ്പിച്ച് കളയുവാണ്. അത് താഴെ വീണ് പൊട്ടുന്നുണ്ട്. അത് കേട്ടോണ്ടാണ് അപ്പുറത്ത് ബാലേന്ദ്രൻ വരുന്നത്. ബാലേന്ദ്രൻ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ശരിക്കും നിൻ്റെ കരണം തീർത്ത് കൈവീശ്വരണം തരുക വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. അന്നേരവും ബബിത അലീനയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മനുവിനെയും അലീനയാണ്. അവരുടെ ഒരു കുട്ടി റൊമാൻസൊക്കെ കാണിക്കുന്നുണ്ട്. മനു പറഞ്ഞായിരുന്നല്ലോ ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്, നിന്നെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ അവരെ രണ്ടുപേരെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.